സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമളാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മുടെ എല്ലാ നല്ല നിയ്യത്തുകളും സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മാസങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ മാസം അത് റമളാൻ മാസമാണ്. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ദിവസം എന്ന് പറയുന്നത് അത് ജുമുഅയുടെ ദിവസമാണ്. അങ്ങനെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിൽ, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകളും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസത്തിൽ അത് ആരംഭിച്ചിന്ന് 2 ദിവസമാകുമ്പോൾ, മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒരുപാടധികം സൽക്കർമ്മങ്ങളും ഒരുപാടധികം ഇബാദത്തുകളും ഇതിനോടകം 2 തറാവീഹ് നമസ്കാരങ്ങളും 2 അത്താഴങ്ങളും വിശുദ്ധ ഖുർആൻ ഖത്തം തീർത്ത് ഓതാൻ ആരംഭിച്ച ആളുകൾ ഒരുപക്ഷെ 1-2 ജുസുകളും ധാരാളം സ്വതക്കകൾക്കുമൊക്കെ നീയത്ത് വെച്ച് പരിശുദ്ധ റമളാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തി പരിശുദ്ധ റമളാനിൽ പരമാവധി സുന്നത്തായ കർമ്മങ്ങൾക്ക് പ്രാധാന്യം മുൻഗണന നൽകിക്കൊണ്ട് ധാരാളമായി കൊണ്ട് അമലുകൾ നമ്മൾ ചെയ്യുകയാണ്. പലപ്പോഴും അമലുകളിൽ അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ പോകുമ്പോൾ സ്വതക്കകളാകട്ടെ പല രൂപത്തിലുള്ള അമലുകളാകട്ടെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ നോമ്പിനെ നമുക്ക് നിയമമാക്കിയത് എന്നും ആ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നും നമ്മളിൽ എന്താണ് ഉണ്ടാകേണ്ടത് എന്നും എല്ലാ സമയവും നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ നോമ്പ് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ആയത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് നോമ്പ് കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് ഇതാ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും നോമ്പ് നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതിന്റെ മഖ്സദ് എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശമാക്കിയത് എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആളുകൾ, ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിത് ഹറാമാക്കിയിട്ടുണ്ട്, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ആ നോട്ടം ഹറാമിന്റെ നോട്ടമാണ്, ഇത് ഹറാമിന്റെ കേൾവിയാണ്, ഇത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത വർത്തമാനമാണ്, ഇത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിനെ മുഴുവനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നന്നാക്കിയെടുക്കലാണ് തഖ്വ കൊണ്ട് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നോക്കൂ, നിങ്ങൾ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയും, എന്തുകൊണ്ട് നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വക്ക് വേണ്ടി നിശ്ചയിച്ചു? ഫഇന്നമാ കുല്ലമാ ഖല്ലൽ അക്ൽ, ഒരു മനുഷ്യൻ അവൻ ഭക്ഷണത്തെ കുറക്കുമ്പോൾ, ഖല്ലൽ അക്ൽ, അവൻ കഴിക്കുന്ന ഭക്ഷണം കുറയുമ്പോൾ, ലഅഫത്തിശ് ശഹ്വ, അവന്റെ ശഹ്വത്തുകൾ, അവന്റെ ദേഹേച്ഛകൾ, അവന്റെ ആഗ്രഹങ്ങൾ ലഅഫത്ത്, അത് ലഈഫാകും, അത് ദുർബലമാകും. അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് അത്യാർത്ഥികൾ, ഒരുപാട് സമ്പത്ത് വാരിക്കൂട്ടണമെന്ന അത്യാഗ്രഹം, ഒരുപാട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന അവന്റെ ദേഹത്തിന്റെ ഇച്ഛകൾ, ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്ന അവന്റെ ആഗ്രഹം ലഅഫത്ത്, അത് ദുർബലമാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ വകുല്ലമാ ലഅഫത്തിശ് ശഹ്വ, ആ ശഹ്വത്ത് അങ്ങനെ വീക്കാകുമ്പോൾ, ദുർബലമാകുമ്പോ ഖല്ലത്തിൽ മആസി, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടും കുറയും. അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ ദുനിയാവിനോടുള്ള അത്യാർത്ഥിയാണ്. ദുനിയാവിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം, എനിക്ക് ദുനിയാവ് വെട്ടിപ്പിടിക്കണം, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടാക്കണം, വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കണം, വലിയ ബിസിനസിന്റെ സാമ്രാജ്യങ്ങളുടെ ഉടമയാകണം എന്ന ദുനിയാവിന്റെ അമിതമായ ആഗ്രഹം നിങ്ങൾക്ക് പതുക്കെ
ഈ ഭക്ഷണം കുറയുമ്പോ, നിങ്ങളുടെ ശഹ്വത്തുകൾ കുറയുമ്പോ അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് നിങ്ങൾക്ക് കുറയും. അതിൽ നിന്നാണ് നിങ്ങൾക്ക് തഖ്വയുണ്ടാവുക എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹം തന്റെ മജ്മൂഉൽ ഫതാവയിൽ രേഖപ്പെടുത്താണ്, വലാ റൈബ അന്ന അദ്ദമ, തീർച്ചയായും ഒരു സംശയവുമില്ലാത്ത കാര്യം, അദ്ദമ നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം എന്ന് പറയുന്നത് യതവല്ലദു മിന ത്വആമി വശറാബ്, നിങ്ങൾ ധാരാളമായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ, ധാരാളമായിക്കൊണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോ ആ വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുക, രക്തം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഈ വെള്ളവും ഭക്ഷണവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഫഇദാ അകല, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, വശരിബ അവൻ വെള്ളം കുടിക്കുന്നു, ഇത്തസഅത് മജാരി ശൈത്താൻ, അങ്ങനെ വരുമ്പോ അവന്റെ രക്തം ധാരാളമായി കൊണ്ടിങ്ങനെ സഞ്ചരിക്കുന്നു, ധാരാളമായി അവന്റെ ശരീരത്തിൽ രക്തം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റad ദമി, ശൈത്താൻ മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ ഭക്ഷണങ്ങൾ കുറയുമ്പോ, ഭക്ഷണം നമ്മൾ എടുക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ കുറയുമ്പോ സ്വാഭാവികമായും നമ്മുടെ രക്തയോട്ടങ്ങളൊന്ന് കുറയുമ്പോ പിശാച് നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന ആ സഞ്ചാരത്തിന് കുറവുണ്ടാകുമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാ, ഇദാ സ്വാമ, ഒരു മനുഷ്യൻ നോമ്പെടുക്കുമ്പോൾ ളാഖത് മജാരിഹിം, ആ പിശാചിന്റെ സഞ്ചാരം നമ്മുടെ ശരീരത്തിലൂടെ കുറയും എന്നാണ്. അന്നസ്വാഇമ, ആ നോമ്പുകാരൻ എന്ന് പറയുന്നത് ഫിൽ ഗാലിബി തക്സുറു ത്വഅ, അതേസമയം അപ്പൊ അവർ എന്ത് ചെയ്യാൻ കഴിയും, ധാരാളമായി കൊണ്ട് നോമ്പിന്റെ സമയത്ത് അപ്പൊ നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ ധാരാളമായി കൊണ്ട് ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ ശഹ്വത്തുകൾ വീക്കായി, ദുനിയാവിനോടുള്ള ആ ഒരു ആർത്തി നമുക്ക് കുറഞ്ഞു തുടങ്ങി. സ്വാഭാവികമായും അള്ളാഹുവിലേക്ക് നമ്മൾ ധാരാളമായി കൊണ്ട് തിരിഞ്ഞ് ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ കഴിയും. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്, അതാണ് നോമ്പിന്റെ ക്വാളിറ്റി, അതാണ് തഖ്വയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ആ ഒരു കാമ്പ് എന്ന് പറയുന്നത് അതാണ് തഖ്വ എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ. നോക്കൂ നിങ്ങൾ, നമ്മുടെ പലപ്പോഴും നമ്മുടെ നോമ്പുകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ അത്താഴത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ നോമ്പ് തുറന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. നോമ്പിനെ പലപ്പോഴും, നോമ്പിന്റെ ഹിക്മത്ത് എന്താണ് അത് വിശദീകരിക്കപ്പെടുക, പണ്ഡിതമായി വിശദീകരിക്കുക. ഭക്ഷണം ഇങ്ങനെ കുറയുമ്പോ അള്ളാഹുവിനോടുള്ള അനുസരണം എങ്ങനെയാണ് കൂടി വരിക എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുക. നമ്മളോ പലപ്പോഴും നമ്മുടെ നോമ്പ് തുറക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നോമ്പ് തുറന്നു കഴിയുമ്പോ ധാരാളമായി കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ധാരാളമായി കൊണ്ട് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് അവസാനം ആ മഗ്രിബ് നമസ്കാരത്തിന്റെ ജമാഅത്തിന് നമുക്ക് പങ്കെടുക്കാൻ പ്രയാസമുള്ള ഒരവസ്ഥയിൽ ഒന്ന് നിന്നു കഴിഞ്ഞാൽ, സുജൂദ് അല്പം ഒരു സമയം അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത പ്രയാസമാകും, നമ്മുടെ വയറിന് വല്ലാത്ത ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക, നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് ഭക്ഷണം കൺട്രോൾ ചെയ്യാനാണ്. പലപ്പോഴും നോമ്പിനെ നമ്മൾ ഭക്ഷണത്തിന്റെ ഒരു മാസമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അത്താഴത്തിന് നമുക്ക് വേറെ ഭക്ഷണം വേണം, അത്താഴത്തിന് നമുക്ക് ചോറ് കഴിച്ചേ പറ്റൂ, ആ സമയത്ത് നമുക്ക് ഇന്ന ഭക്ഷണം വേണം, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഭക്ഷണം വേണം, ഇന്ന വിഭവങ്ങളൊക്കെ വേണം, ധാരാളമായിക്കൊണ്ട് അത് വേണം, ഓരോ ആളുകൾക്കും പ്രത്യേകമായിക്കൊണ്ട് ഇന്നതൊക്കെ വേണം. ഈ രൂപത്തിൽ ഒരു ഭക്ഷണത്തിന്റെ മാസമാക്കി നമ്മൾ പലപ്പോഴും റമദാനിനെ മാറ്റുന്നുണ്ട് എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നോക്കൂ നിങ്ങൾ, സ്ത്രീകളായിട്ടുള്ള ആളുകൾ, പല ആളുകൾക്കും പല ഡിമാൻഡുകളായിരിക്കും ഉണ്ടാവുക. എനിക്ക് നോമ്പ് തുറക്കുമ്പോ ഇന്നതാണ് വേണ്ടത്, ഇന്ന ജ്യൂസാണ് എനിക്ക് വേണ്ടത്, അതിന്റെ ഒപ്പം എനിക്ക് കട്ടൻ ചായ വേണം, ഇനി അതിന്റെ ഒപ്പം എനിക്ക് വേറെന്ത് വേണം, ഒരു ഗ്ലാസ് തരി വേണം, അത് കഴിയുമ്പോൾ എനിക്ക് നറുനീണ്ടിയുടെ അല്ലെങ്കിൽ നാരങ്ങയുടെ വെള്ളം എനിക്ക് വേണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു മിനിമം 2 സമൂസയെങ്കിലും നമുക്ക് കഴിച്ചേ പറ്റുള്ളൂ, എന്തെങ്കിലും പൊരിച്ചതും വറുത്തും ഒക്കെ വേണം, ഇതിന്റെ കൂടെ കുറെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തൊക്കെ വേണം. ഇതാണ് നോമ്പ് തുറ. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കൂല. ഇപ്പൊ ഭക്ഷണം കഴിച്ചാല് മഗ്രിബ് നമസ്കാരത്തിന് പ്രയാസം, അങ്ങനെ നമ്മൾ മഗ്രിബിന് പോയിട്ട് നമ്മൾ തിരിച്ചു വരാൻ, പിന്നെ നമുക്ക് ചോറ് വേണം, നമുക്ക് ചോറ് കഴിക്കണം, നമുക്ക് പത്തിരി വേണം, നമുക്ക് ചപ്പാത്തി വേണം, ഇങ്ങനെ ഡിമാൻഡുകളാണ്. നമുക്ക് അത്താഴത്തിനാണെങ്കിലോ ഇതൊന്നുമല്ലാത്ത വേറൊരു സെറ്റ് ഭക്ഷണമാണ് വേണ്ടത്. ആ സമയത്ത് കട്ടൻ ചായ വേറൊരു സമയത്ത്, ചായ വേറൊരു സമയത്ത്, ഇങ്ങനെ പലപ്പോഴും നോമ്പൊന്ന് തുറന്നു കഴിഞ്ഞാൽ ആ അത്താഴത്തിന്റെ സമയം വരേക്കും സ്ത്രീകൾ ഇങ്ങനെ അടുക്കളയിൽ നിന്നുകൊണ്ട്
ഇങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കി സമയങ്ങൾ മുഴുവൻ പാഴാക്കുന്ന ഒരവസ്ഥയാണ് സഹോദരങ്ങൾ. ഈ റമദാൻ മാസത്തിലെങ്കിലും ഇതൊരു ട്രെയിനിങ് സമയമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഭക്ഷണത്തെ കുറക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കാൻ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മാ മലഅ ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്നി, ആദമിന്റെ സന്തതി അവൻ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറായ പാത്രം, ഏറ്റവും മോശം പാത്രം എന്ന് പറയുന്നത് അവന്റെ വയറാണ് എന്നാണ്. എന്നിട്ടോ ബിഹസ്ബി ഇബ്നി ആദമ ഉകുലാതുൻ യുഖിംന സുൽബ, ഏതാനും 2-3 പിടിയും കുറച്ച് ഉരുളകളും ഒക്കെ മതി അവനൊന്ന് നിവർന്ന് നേരെ നിൽക്കാൻ, അവൻ ആരോഗ്യത്തോടു കൂടി നടക്കാൻ ഏതാനും കുറച്ച് ഭക്ഷണമൊക്കെ മതി. ഇനിയോ ഫഇൻ കാന ലാ മഹാലത്ത്, ഇനി അവര് കുറച്ചധികം ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഫസുലുസുൻ ലിത്വആമിഹി, അവൻ അവന്റെ വയറിനെ 3 ഭാഗിക്കട്ടെ. ഫസുലുസുൻ ലിത്വആമിഹി, അവന്റെ ഭക്ഷണത്തിനെ അവൻ ഇങ്ങനെ 3 ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗം അവൻ ഭക്ഷണം കഴിക്കട്ടെ. വസുലുസുൻ ലിശറാബി, പിന്നൊരു ഭാഗം അവൻ വെള്ളത്തിന് വേണ്ടി മാറ്റി വെക്കട്ടെ. വസുലുസുൻ ലിനഫസിഹി, ബാക്കി ഒരു 3 ഭാഗത്തിൽ 1 ബാക്കി വരുന്നത് അവൻ എയറിന് വേണ്ടി, വായുവിന് വേണ്ടി മാറ്റി വെക്കട്ടെ എന്നാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം മൂക്കിലൂടെ വരുന്ന അവസ്ഥയിലാണ് പലപ്പോഴും നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുക. വയറിങ്ങനെ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് തറാവീഹ് നമസ്കാരത്തിനൊന്നും പോയി നിൽക്കാൻ പറ്റാത്ത വല്ലാത്ത ഒരവസ്ഥയിൽ നമസ്കാരത്തിന് ശ്രദ്ധിക്കാനോ ആ ഖുർആനിന്റെ പാരായണത്തിനൊക്കെ ശ്രദ്ധിക്കാനോ നമുക്ക് കഴിയാത്ത ഒരവസ്ഥയിലാണ്. സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷണങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാൻ, ഇയ്യാകും വൽ ബത്ൻ, നിങ്ങൾ നിങ്ങളുടെ വയറുകളെ സൂക്ഷിക്കണം, നിങ്ങളുടെ വയറുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അതിനെ പഠിപ്പിക്കണം. ഫഇന്നഹാ മക്സലത്തുൻ അനിസ്സലാ, ധാരാളമായി ഭക്ഷണം കഴിക്കുന്നത് മക്സലത്തുൻ അനിസ്സലാ, നിങ്ങളുടെ നമസ്കാരത്തിന് മടിയുണ്ടാക്കുന്ന വിഷയമാണ്. നോക്കൂ, സലഫു സ്വാലിഹീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് നമ്മൾ നോക്കുക. ധാരാളമായി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങളുടെ വയർ നിറച്ചിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് മക്സലത്തുൻ അനിസ്സലാ, അത് നമസ്കാരത്തിൽ മടിയുണ്ടാക്കുമെന്നാണ്, അശ്രദ്ധയുണ്ടാക്കുമെന്നാണ്. എന്നിട്ടോ മഫ്സദത്തുൻ ലിൽ ജസദ്, നിങ്ങളുടെ ശരീരത്തെ അത് നശിപ്പിക്കുന്നതാണ്. മുവരിസത്തുൻ ലിസ്സഖം, അത് നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. ഭക്ഷണം എത്ര കുറക്കുന്നോ അത്രയും ഖൈറാണ് എന്നാണ്. അപ്പൊ നമ്മൾ നമസ്കാരത്തിന് പലപ്പോഴും നമ്മൾ മടിയുണ്ടാകുന്നത്, നമസ്കാരത്തിന് പലപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത്, രാവിലെ സുബഹി നമസ്കാരത്തിന് അതിനു മുമ്പൊക്കെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പൊക്കെ നമുക്ക് പലപ്പോഴും എഴുന്നേക്കാൻ കഴിയാത്തത് സമയം തെറ്റിയുള്ള വയറ് നിറച്ചുള്ള രാത്രി ഭക്ഷണങ്ങളാണ്. സലഫ് സ്വാലിഹീങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാടധികം വിശദീകരണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണ രീതിയെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ പലപ്പോഴും നമ്മുടെ നോമ്പുകളിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, നമ്മുടെ നോമ്പുകളിലേക്ക്, നമ്മുടെ രാത്രി നമസ്കാരങ്ങൾക്കൊക്കെ നമ്മൾ രാത്രി നമസ്കരിക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു, ജമാഅത്തായിക്കൊണ്ട് തറാവീഹ് നമസ്കരിക്കും. പലപ്പോഴും ആ നമസ്കാരത്തിൽ അധികം നമുക്ക് ഖുശൂ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ആ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ ദിവസവും ഒരുപക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കും, നാളെങ്കിലും ഇമാമിനോടൊന്ന് ചോദിക്കണം ഏത് ഭാഗമാണ് പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നത്, ഏത് സൂറത്താണ്, ഏത് ആയത്ത് മുതൽ ഏത് ആയത്ത് വരെ ചോദിക്കണം എന്നൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? പകരം നമസ്കാരം കഴിയുമ്പോ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നതിന്റെ ഇടക്ക് ഇതൊന്നും ചോദിക്കാൻ നമ്മൾ വിട്ടുപോകും. നമ്മൾ ആ വിഷയത്തിന് മറവിയായി പോകും. കുറച്ച് സമയം എങ്ങനെയെങ്കിലും ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊന്ന് കിടക്കുക, തറാവീഹിന് മുമ്പ് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കിടക്കുക. ഇതുപോലെ ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, വേറെ ഒരു രീതിയിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് പലപ്പോഴും ഇബാദത്തുകളിൽ അവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇമാമിനോടൊന്ന് ചോദിച്ച് ഇന്ന് ഏത് സൂറത്താണ് പാരായണം ചെയ്യുന്നത്, അതിന്റെ പരിഭാഷ ഒന്ന് നോക്കി, അതിന്റെ തഫ്സീറൊക്കെ ഒന്ന് നോക്കി, ഏറ്റവും കുറഞ്ഞത് ഒരായത്തെങ്കിലും ഇമാം ഓതി ആ ആയത്തെത്തുമ്പോ ആ ആയത്തിന്റെ അർത്ഥമെങ്കിലും എനിക്കറിയാമെന്നുള്ള രൂപത്തിൽ നമസ്കാരത്തിന്റെ ഇടക്കൊന്ന് ഉണരാൻ വേണ്ടി ഒരായത്തെങ്കിലും ഇമാം ഓതുന്ന ഒരായത്തിന്റെങ്കിലും ഒരു അർത്ഥം ഒന്ന് നോക്കി വെച്ച്, ഇമാം ഈ ഒരു ആയത്തെത്തുമ്പോ അതിന്റെ അർത്ഥമെങ്കിലും എനിക്കറിയാമല്ലോ എന്ന ശൈലിയിലേക്ക് പലപ്പോഴും നമ്മൾ എത്താത്തത് മഗ്രിബ് നമസ്കാരത്തിന് നമ്മൾ നോമ്പ് തുറക്കും, ധാരാളമായി കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. ആ ഒരു ശൈലി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. ഈ റമദാൻ മുതൽ നമ്മുടെ ഭക്ഷണ ശൈലികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ റമദാൻ ഒരു ട്രെയിനിങ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതാണ് ഭക്ഷണം, അല്ലാഹു ഹലാലാക്കിയതാണ് നമുക്ക് വെള്ളവും ഭക്ഷണവും നമ്മൾ കഴിക്കുന്നതൊക്കെ ഹലാലാണ്. പക്ഷേ ഈ പകലിൽ നമ്മൾ നോമ്പെടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാൻ ഹലാലായതിനെ ഒഴിവാക്കുന്നതിനൊക്കെ കഴിയണില്ലേ?
ഞാൻ നിനക്ക് അനുവദിച്ചു തന്ന നിന്റെ ശരീരത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത ഹറാമല്ലാത്തതിനെ നിനക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഹറാമുകളെ ഒഴിവാക്കാൻ നിനക്ക് പ്രയാസമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു തരാൻ. ഈ നോമ്പ് കഴിഞ്ഞാലും ഈ നോമ്പ് കഴിയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭക്ഷണ രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഈ നോമ്പിന്റെ ആദ്യ ഭാഗത്ത് തന്നെ സൂചിപ്പിക്കാൻ കാരണം. നമ്മുടെ അത്താഴത്തിനാകട്ടെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി വൈകുന്നേരം മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നവരെ നമ്മുടെ ശരീരത്തിനൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ധാരാളം ഭക്ഷണം അത്താഴത്തിന് കഴിക്കുന്ന ഒരു ശൈലി നമ്മൾ മാറ്റിവെക്കണം. ആ പകലിന്റെ സമയത്ത് സുബഹി നമസ്കാരം കഴിയുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിന്റെ പ്രയാസം നിമിത്തം നമുക്കധികം ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പൊ ആ രൂപത്തിൽ ഭക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ ഈ ഒരു റമദാൻ കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഈ റമദാൻ കൊണ്ട് തഖ്വ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമസ്കാരത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്ന് പറയുന്നത്, നമസ്കാരം എന്ന വിഷയം നിങ്ങളെ മോശങ്ങളിൽ നിന്നും മ്ലേച്ഛങ്ങളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ്. നമ്മൾ 5 നേരം നമസ്കരിച്ചിട്ടും നമുക്ക് മോശങ്ങളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രശ്നം എന്തിന്റെയാ? പ്രശ്നം പിന്നെ എന്തിന്റെ? നമ്മുടെ നമസ്കാരത്തിനെന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമസ്കരിച്ചിട്ടും നമുക്ക് മോശങ്ങളിൽ നിന്നും, ഹറാമ് കാണുന്നതിൽ നിന്നും, ഹറാമ് കേൾക്കുന്നതിൽ നിന്നും, ഹറാമ് പ്രവർത്തിക്കുന്നതിൽ നിന്നും, ഹറാമ് സംസാരിക്കുന്നതിൽ നിന്നും ഒക്കെ നമുക്ക് മാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ നമസ്കരിക്കണം 5 നേരം, എന്നിട്ടും എന്തേ നമുക്കത് കഴിയാത്തത്? നമ്മുടെ നമസ്കാരത്തിന് പ്രശ്നമുള്ളത് കൊണ്ടാണ്. നമ്മൾ നോമ്പ് നോൽക്കുന്നു, ഭക്ഷണം ഒഴിവാക്കുന്നു, വെള്ളം ഒഴിവാക്കുന്നു, ദാഹിക്കുന്നു, നമ്മളിങ്ങനെ പട്ടിണി കിടക്കുന്നു, എന്നിട്ട് നമുക്ക് തഖ്വ ആർജിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എവിടെയൊക്കെയോ നമ്മുടെ നോമ്പിന് പ്രയാസങ്ങളുണ്ട്. നമ്മൾ ഈ നോമ്പ് കഴിയുമ്പോൾ പല നോമ്പുകളും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. എത്രയോ വർഷങ്ങൾ നമ്മൾ നോമ്പെടുത്തു. ആ ശഅബാനിലുള്ള വ്യക്തി ആ റമദാനിലേക്ക് കടന്നു, നോമ്പെടുക്കുന്നു, തിരിച്ച് ശവ്വാലിലേക്ക് വരുമ്പോ ആ ശഅബാനിലുള്ള അതേ വ്യക്തി തിരിച്ച് ശവ്വാലിലേക്ക് ചാടി മറിഞ്ഞു കടക്കുന്നു. ഒരു നോമ്പ് അവനിലൂടെ കടന്നുപോയി എന്നതല്ലാതെ, അവൻ കുറച്ച് പട്ടിണി കിടന്നു എന്നതല്ലാതെ അവനൊന്നും ബാക്കിയാകാത്ത ഒരവസ്ഥ വരും. സഹോദരരെ, ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, മല്ലം യദ ഖൗല അസ്സൂറ വൽ അമല ബിഹി. ഒരു മനുഷ്യൻ ലം യദ, അവൻ ഒഴിവാക്കുന്നില്ല, ഖൗല അസ്സൂറ വൽ അമല ബിഹി. ഖൗല അസ്സൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അനാവശ്യ സംസാരങ്ങളും, മോശം വാക്കുകളും, മോശം സംസാരങ്ങളും ഒക്കെ അതിൽപ്പെടും. ഖൗല അസ്സൂർ, കളവ് പറയുന്നതും എല്ലാം അതിൽപ്പെടും. വൽ അമല ബിഹി, അതുകൊണ്ടുള്ള അമലുകളൊന്നും അവൻ ഒഴിവാക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. അല്ലാഹുവിന് ആവശ്യമില്ല, അല്ലാഹുവിന് വേണ്ട നീ ഭക്ഷണം ഒഴിവാക്കണ്ട, നീ വെള്ളം ഒഴിവാക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പൊ ആ ഭക്ഷണം ഒഴിവാക്കൽ കൊണ്ട്, വെള്ളം ഒഴിവാക്കൽ കൊണ്ട് അള്ളാഹു പ്രതീക്ഷിച്ചത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സംസാരങ്ങൾ നന്നാവലാണ്, നമുക്ക് തഖ്വ ഉണ്ടാകലാണ്, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കലാണ്. ആ റമദാൻ മാസം എത്തുന്നു, നമ്മൾ ഒരുപാട് പരിശുദ്ധ ഖുർആനിന്റെ ഖത്തം തീർത്തോതുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന് പോലും നമ്മുടെ കണ്ണുകൾ നനയാത്ത ഒരവസ്ഥയുണ്ട് എങ്കിൽ പിന്നെ ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട്, ആ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ട് നമ്മൾ എന്ത് പ്രയോജനമാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ നമസ്കാരത്തിന് നിൽക്കുന്നു, തറാവീഹിന്റെ നമസ്കാരങ്ങൾക്ക് നിൽക്കുന്നു, ഇമാമ് ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു വരുമ്പോ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു തവ്വാബാൻ, അല്ലാഹു ഗാഫിറാൻ, അല്ലാഹു ഗഫാറാൻ, അല്ലാഹു അഫ്വാൻ, അല്ലാഹു ഗാഫിറാൻ. ഇതൊക്കെ കേൾക്കുമ്പോ അല്ലാഹുവിന്റെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നൊരു വേള ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണേ എന്ന് ചിന്തിക്കാൻ നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആ നമസ്കാരം കൊണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തറാവീഹ് നമസ്കാരത്തിന്റെ സുജൂദിൽ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ, ആ സുജൂദിൽ ഇങ്ങനെ കിടക്കുമ്പോ അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ, എന്റെ ഭാര്യക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ, എന്റെ അനുജന്മാർക്ക്, എന്റെ ജ്യേഷ്ഠന്മാർക്ക്, എന്റെ മക്കൾക്ക് അല്ലാഹുവേ നീ ഇവർക്കൊക്കെ പുറത്തു കൊടുക്കണേ, അല്ലാഹു എന്റെ പാപങ്ങളും എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മുടെ നമസ്കാരങ്ങളിൽ, ആ സുജൂദിൽ, തറാവീഹ് നമസ്കാരത്തിന്റെ സുജൂദിൽ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന് തടസ്സമായത് എന്താ? ഒരുപക്ഷെ നമ്മൾ കഴിച്ച ഭക്ഷണമാണ് എങ്കിൽ എന്ത് പ്രയോജനം നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ കൊണ്ട്? നമ്മുടെ രാത്രി നമസ്കാരങ്ങളുടെ റുക്കൂകളിൽ നമ്മൾ ഇങ്ങനെ റുക്കൂയിൽ നിൽക്കുമ്പോ ഇന്നഹു യറാക്കും ഹീന തഖൂം, അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ റുക്കൂ ചെയ്തത്, ഞാൻ ഈ കുമ്പിട്ട് നിൽക്കുന്നത് ഈ ലോകത്തിന്റെ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ്.
എന്ന് ചിന്തിക്കാൻ നമുക്ക് തടസ്സമാകുന്നത് നമ്മൾ കുടിച്ച തരിക്കഞ്ഞിയുടെ ഗ്യാസാണ് നമുക്ക് പ്രശ്നമായതെങ്കിൽ ആ റുക്കൂ കൊണ്ട് സഹോദരങ്ങളെ എന്ത് പ്രയോജനം, എന്ത് ഉപകാരമാണ് ആ നമസ്കാരങ്ങൾ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആ നമസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുന്നു, നമ്മളിങ്ങനെ നോക്കും, എത്ര മണിയായി? 9 മണിയായി, 2 റക്അത്ത് കഴിഞ്ഞു, ഇനിയിപ്പോ എത്ര സമയം ബാക്കിയുണ്ട്, ഇനി എത്ര റക്അത്ത് ബാക്കിയുണ്ട്, അടുത്ത 2 റക്അത്തും കൂടെ നോക്കട്ടെ. നമ്മൾ അനലൈസ് ചെയ്യാൻ, സമയം നോക്കാൻ. 10 മിനിറ്റ് കഴിഞ്ഞു, 12 മിനിറ്റ്, അപ്പൊ ഇനി എത്ര സമയമുണ്ട് ബാക്കി? ഇനി 3/4 മണിക്കൂർ ബാക്കിയുണ്ട്. എത്ര റക്അത്തായി? ഇനിയിപ്പോ 2 റക്അത്തും കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ ഇന്നലത്തേക്കാൾ ഒരു 5 മിനിറ്റ് കൂടിയിട്ടുണ്ട്, ഇന്നലത്തേക്കാൾ ഒരു 10 മിനിറ്റ് കൂടിയിട്ടുണ്ട്. അതല്ലാതെ ആ നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോ എന്റെ 2 റക്അത്ത് ഇതാ നഷ്ടപ്പെട്ടു, ഈ 2 റക്അത്ത് എനിക്ക് പരമാവധി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, ആ സുജൂദ് എനിക്ക് നഷ്ടപ്പെട്ടു, ആ സുജൂദിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, ആ തഹിയ്യാത്തിലെ ദുആ, ആ ദിക്ർ ചൊല്ലിയപ്പോ ഞാൻ അധികം എന്റെ ഹൃദയം അതിൽ ഉണ്ടായില്ല എന്ന ഒരു സങ്കടമല്ല. നമ്മൾ ആദ്യം നോക്കുന്നത് വാച്ചിലേക്കാണ്, ആദ്യം നോക്കുന്നത് ക്ലോക്കിലേക്കാണ്. ഇന്നിപ്പോ 2 റക്അത്ത് 12 മിനിറ്റ് കൂടി, 2 മിനിറ്റ് കൂടിയിട്ടുണ്ട്, ഇന്നിപ്പോ തീർന്നില്ല, കുറച്ച് നേരത്തെ നിർത്തണം കേട്ടോ, ഒരു 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിക്കണം, ആളുകളൊക്കെ ക്ഷീണമാൻ. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ റമദാനിനെ ഉപയോഗിക്കേണ്ടതിന് പകരം റമദാനിന്റെ തറാവീഹ് നമസ്കാരങ്ങളുടെ സുജൂദിനൊക്കെ ഒരു വേള ഒന്ന് കരയാൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംബന്ധിച്ച് പറയുമ്പോ ആ നാർ എന്ന വാക്കെങ്കിലും കേൾക്കുമ്പോ നരകത്തെ സംബന്ധിച്ചൊന്ന് പേടിക്കാൻ, അല്ലാഹുമ്മ അജ്ർനീ മിനൻ നാർ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊരു ദുആ വരുന്നില്ല എങ്കിൽ ആ റമദാനിന്റെ രാത്രി നമസ്കാരം കൊണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ചില ആളുകളുണ്ട് അവർ രാത്രി നമസ്കരിക്കുന്നുണ്ട്, അവരുടെ രാത്രി നമസ്കാരങ്ങൾ കൊണ്ട് കുറച്ച് നിൽപ്പും അവൻ കുറച്ച് സമയവും അങ്ങനെ കളഞ്ഞതല്ലാതെ അവനൊന്നും കിട്ടാനില്ല എന്നാ. നോക്ക്, നമ്മുടെ നമസ്കാരങ്ങളിൽ എന്താണ് അവസ്ഥ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി കൊടുക്കുന്ന ഉപദേശം, നീ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം വഅഖിമിസ് സ്വലാത ലിദിക്രി, നമസ്കാരത്തിൽ നീ എന്നെ ഓർക്കണമെന്നാണ്. എന്തിനാ നമസ്കാരം? വഅഖിമിസ് സ്വലാ ലിദിക്രി, അതിന്റെ ഉദ്ദേശം, അതിന്റെ മഖ്സദ്, അതിന്റെ ലക്ഷ്യം എന്താണ്? ലിദിക്രി, എന്നെ ഓർക്കലാണ്. നമ്മുടെ നമസ്കാരത്തിൽ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തറാവീഹിന്റെ നമസ്കാരങ്ങളിൽ അള്ളാഹുവിനെ കൃത്യമായി കൊണ്ട് ഓർത്ത എത്ര മിനിറ്റുകളുണ്ട് നമ്മൾ ആലോചിക്കണ്ടേ? അതിന് നമുക്ക് തടസ്സമായത് എന്താ? നമ്മുടെ ഭക്ഷണമാണ് എങ്കിൽ അതിന് ഒഴിവാക്കാൻ നമ്മൾ പഠിക്കണം. സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിന് നമ്മൾ വന്ന് നിൽക്കുന്നു, അത്താഴത്തിന് നമ്മുടെ കഴിച്ച ഭക്ഷണത്തിന്റെ പ്രയാസം കാരണം സുബഹി നമസ്കാരം, ആ ഫർള് നമസ്കാരം റമദാനിൽ നമുക്ക് പ്രയാസമായിട്ടുണ്ട് എങ്കിൽ ആ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ ചില ആളുകളുണ്ട്. ആ ആളുകൾക്ക് നോമ്പ് കൊണ്ട് ആകെ ലഭിച്ചത് റുബ്ബുസ്വാഇം, ചില നോമ്പുകാരുണ്ട്. ആ നോമ്പുകാർക്ക് ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ' വൽ അത്ഷ്, ചില ആളുകൾക്ക് നോമ്പ് കൊണ്ട് ആകെ കിട്ടിയത് കുറച്ച് പട്ടിണിയും ദാഹവും മാത്രമാണ്. നോക്കൂ നിങ്ങൾ, പട്ടിണിയും ദാഹവും മാത്രമാണ് അവർ നോമ്പ് കൊണ്ട് കിട്ടിയത് എന്നാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? അതല്ല നോമ്പ് കൊണ്ട് ഉദ്ദേശം എന്നല്ലേ? ആ പട്ടിണി കിടക്കലും ദാഹം അനുഭവിക്കലും അല്ല നോമ്പ് കൊണ്ട് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ചില നോമ്പുകാരുണ്ട് അവർക്ക് അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാ. നമുക്ക് ആ പട്ടിണിയും ദാഹവും നിമിത്തം, ഭക്ഷണങ്ങളുടെ കുറവ് നിമിത്തം നമ്മുടെ ഷഹവാത്തുകൾ കുറഞ്ഞ് അള്ളാഹുവിനെ കൂടുതൽ അനുസരിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ഏറെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഈ റമദാനും കഴിഞ്ഞു പോകും. മുമ്പ് ശഅബാനിൽ ഉണ്ടായിരുന്ന അതേ വ്യക്തി ശവ്വാലിലേക്ക് തിരിച്ചു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താന്മാരെ കെട്ടിയിട്ടത് കൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യാൻ കഴിയും. ആ ശൈത്താന്മാര് ശവ്വാലാകുമ്പോൾ വീണ്ടും ചങ്ങലഴിച്ച് തിരിച്ചു വരും. നമ്മൾ ആ ശഅബാനിലുള്ള അതേ വ്യക്തി തഖ്വ ആർജിച്ചില്ല എങ്കിൽ, നമ്മുടെ നമസ്കാരങ്ങളെ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ റമദാനും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകും. വർഷങ്ങളോളം കഴിഞ്ഞ റമദാൻ പോലെ, മുമ്പ് കഴിഞ്ഞ റമദാനിലൊക്കെ നോമ്പെടുത്തതുപോലെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ശഅബാൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ആ ശവ്വാലിലേക്ക് കടക്കും. ഹദീസിന്റെ വിശദീകരണത്തിൽ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഈ നോമ്പില് പട്ടിണിയുമായി ബന്ധപ്പെട്ടും ദാഹവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഉപമപ്പെടുത്തിയത് നമ്മുടെ ഖുതുബയിൽ ആദ്യം സൂചിപ്പിച്ച ഒരായത്തിനെയാണ്. അദ്ദേഹം പറയാ, ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ, അള്ളാഹുവിലേക്ക് നമ്മൾ വലിയ പെരുന്നാളിന് അറവുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ഹജ്ജിന്റെ ആയത്താണ്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. എന്തെത്തുന്നില്ല? ദിമാഉഹ, ആ രക്തം നമ്മൾ അറുക്കുമ്പോ അവിടെ വീണിട്ടുള്ള ഇറ്റിറ്റ് വീഴുന്ന ആ രക്തം അത് അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. ലുഹൂമുഹ, ആ മാംസം അത് അള്ളാഹുവിലേക്ക് എത്തുന്നില്ല.
പിന്നെ എന്താണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്? വലാകിൻ യനാലുഹുമുത് തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളതാണ്. റമദാൻ മാസത്തിലെ നമ്മുടെ നോമ്പിന്റെ വിശപ്പിനെയും നമ്മുടെ ദാഹത്തിനെയും ഇവിടെ താരതമ്യപ്പെടുത്തിയത് എന്തിനോടാണ്? ആ മാംസത്തിനോടും ആ രക്തത്തിനോടുമാണ്. ആ മാംസവും രക്തവും അള്ളാഹുവിലേക്ക് എത്തുന്നില്ലല്ലോ, തഖ്വയല്ലേ അള്ളാഹുവിലേക്ക് എത്തുന്നത്. അതുപോലെ ഈ നോമ്പിന്റെ പട്ടിണിയും ദാഹവും അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, പകരം അള്ളാഹുവിലേക്ക് എത്തുന്നത് വലാകിൻ യനാലുഹുമുത് തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് എന്ന്. ആ തഖ്വ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ റമദാൻ മാസം കൊണ്ട് നമുക്ക് ഹറാമായ പലിശകളിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഈ റമദാൻ മാസം കഴിയുമ്പോഴേക്ക് ആ ശവ്വാലിലേക്ക് തിരിച്ചെത്തുന്ന നമ്മൾ ഹറാം കാണുന്ന ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ആ റമദാൻ കൊണ്ട് എന്താണ് നമ്മൾ നേടിയത്? ലഅല്ലക്കും തത്തഖൂൻ എന്ന റമദാനിന്റെ ആ ഒരു ഉദ്ദേശം, ആ നോമ്പിന്റെ ഉദ്ദേശത്തെ സാധൂകരിക്കാതെ ഒരു റമദാനും സഹോദരങ്ങളെ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകും. അതുകൊണ്ട് നോമ്പ് കൊണ്ട് ഉപകാരമില്ലാത്ത ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. നോമ്പ് കൊണ്ട് നമുക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകണം. നോമ്പ് കൊണ്ട് നമ്മുടെ അമലു സ്വാലിഹാത്തുകളൊക്കെ നമുക്ക് തഖ്വ വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറണം. യാന്ത്രികമായിക്കൊണ്ട് നമസ്കാരം, യാന്ത്രികമായിക്കൊണ്ട് ശീലമായതുകൊണ്ട് കുറച്ച് നോമ്പ്, അങ്ങനെയല്ല. ഓരോ നോമ്പ് കഴിയുമ്പോഴും 30 നോമ്പുണ്ട് എങ്കിൽ ആ ഒന്നാമത്തെ നോമ്പ് മുതൽ ഓരോ നോമ്പ് കഴിയുമ്പോഴും അള്ളാഹുവിലേക്ക് ഞാൻ കൂടുതലായി അടുക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഒന്നാമത്തെ നോമ്പിനേക്കാൾ രണ്ടാമത്തെ നോമ്പിൽ ഞാൻ കുറച്ചുകൂടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട് എന്ന തോന്നൽ നമുക്കുണ്ടാവണം. ആ ഒരു ആദ്യത്തെ 10 ദിവസം കഴിയുമ്പോ നമുക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചതുപോലെ തോന്നണം. അല്ല എങ്കിൽ സഹോദരങ്ങളെ, നോമ്പ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാത്ത, നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇദാ സുംത, നിങ്ങൾ നോമ്പെടുത്താൽ, ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇദാ സുംത, നിങ്ങൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ. ഇത് ഹദീസല്ല, ഇതൊരു അസറാണ്, സ്വഹീഹായ ഒരു അസറാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹായ നിലക്ക് നമ്മൾ കാണുന്നതാണ്. ഒരു സ്വഹാബി നേരിട്ട് പറയുന്നത്, ഇദാ സുംത, നിങ്ങൾ നോമ്പെടുത്താൽ ഫൽയസും സമഉക്, നിങ്ങളുടെ കേൾവികള് നോമ്പെടുക്കട്ടെ, വബസറുക്, നിങ്ങളുടെ കാഴ്ചകൾ നോമ്പെടുക്കട്ടെ, വലിസാനുക്, നിങ്ങളുടെ നാവുകൾ നോമ്പെടുക്കട്ടെ എന്ന്. നോമ്പ് നമ്മുടെ വയറിന് മാത്രമല്ല, നോമ്പ് നമ്മുടെ വയറ്റിലേക്ക് എത്തുന്ന ആ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കൽ മാത്രമല്ല. അദ്ദേഹം പറയുന്നത്, നോമ്പെടുക്കുകയാണെങ്കിൽ ചെവി നോമ്പെടുക്കട്ടെ, നിന്റെ കണ്ണുകൾ നോമ്പെടുക്കട്ടെ, വബസറുക് വലിസാനുക്, നിന്റെ നാവും നോമ്പെടുക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, വൽയകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ യൗമ സൗമിക, നീ നോമ്പെടുക്കുന്ന ദിവസം നിനക്കൊരു വഖാർ ഉണ്ടാകണം, നിനക്കൊരു ഗാംഭീര്യം ഉണ്ടാകണം. അത് എവിടെ നിന്നുണ്ടാവുക? അത് തഖ്വയിൽ നിന്നാണ്. അള്ളാഹുവിനെ കുറിച്ചൊരു പേടി, അല്ലേ? മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് എന്തേ ആ ഒരു വഖാർ, ആ ഒരു ഗാംഭീര്യം, അള്ളാഹുവിന് എന്തേ നിങ്ങൾ പേടിക്കാത്തത്? അള്ളാഹുവിനോടുള്ള ആ ഭയപ്പാട് നമ്മുടെ നോമ്പിലൂടെ നമ്മുടെ ഹൃദയത്തിലുണ്ടായി വരണം. വൽയകുൻ അലൈക വഖാറുൻ വസകീന, ആ ഒരു സമാധാനവും ആ ഒരു വഖാറും ഒക്കെ നോമ്പ് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയണം. അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാം, വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാ, വലാ തജ്അൽ യൗമ സൗമിക, നിങ്ങളുടെ നോമ്പുള്ള ദിവസങ്ങളാകരുത്, വയൗമ ഫിത്രിക സവാ, ഫിത്രിക സവാ, നോമ്പെടുക്കാത്ത ദിവസങ്ങളും ഒരുപോലെ ആകരുന്ന. എങ്ങനെ? നോമ്പെടുക്കുന്ന ദിവസവും നോമ്പെടുക്കാത്ത ദിവസവും ഒരുപോലെ ആകരുതെന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്താ? സ്വാഭാവികമായിട്ടും നോമ്പെടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണം ഒഴിവാക്കൂലേ, നമ്മൾ വെള്ളം ഒഴിവാക്കൂലേ? അപ്പൊ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കി, എന്നാൽ അതേ ദിവസം നോമ്പെടുക്കാത്ത ദിവസം ഒരുപോലെ ആകരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭക്ഷണവും വെള്ളവും ഒഴിവാക്കലല്ല നോമ്പ് കൊണ്ട് ഉദ്ദേശം. നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം വല്ലാത്ത ഒരു തഖ്വയിലായിരിക്കണം, വല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കണം. നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ കേൾവികളും നിങ്ങളുടെ കാഴ്ചകളും ഒക്കെ വല്ലാത്ത ഒരവസ്ഥയിലായിരിക്കണം. ആ ഒരു അവസ്ഥ അത് പിന്നീട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതാണ് നോമ്പില്ലാത്ത അവസ്ഥയും നോമ്പുള്ള അവസ്ഥയും. നമ്മൾ നോക്കുക, ശഅബാൻ മാസത്തിലുള്ള നമ്മുടെ അതേ സ്വഭാവമാണ് ഈ റമദാനിൽ നമുക്കുള്ളത് എങ്കിൽ, ഈ റമദാൻ മാസം കഴിഞ്ഞ് ശവ്വാലിലേക്ക് കടക്കുമ്പോഴും ആ പഴയ ശഅബാൻ മാസത്തിന്റെ സ്വഭാവം, അതേ ദേഷ്യവും അതേ വർത്താനത്തിന്റെ ശൈലിയും അതേ കുറ്റം പറച്ചിലും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ വീണ്ടും ശവ്വാലിലേക്ക് കടക്കുന്നത് എങ്കിൽ, നോമ്പ് കൊണ്ട് നമ്മൾ പലതും നേടിയിട്ടില്ല. നോമ്പ് കൊണ്ട് നേടേണ്ട തഖ്വ നമ്മൾ നേടിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله
ഉസല്ലി വഉസല്ലിമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നോമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശമാക്കുന്നത് എന്താണ് എന്നും നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട തഖ്വ നേടിയെടുക്കാതെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കി, ഞാൻ വെള്ളം ഒഴിവാക്കി എന്നതെല്ലാം നമ്മുടെ ന്യായങ്ങൾ മാത്രമായി മാറുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് ഈ നോമ്പിന്റെ ഓരോ രംഗങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഓരോ അമലു സ്വാലിഹാത്തുകളിലും അതുകൊണ്ട് ഉദ്ദേശം എന്താണ് എന്നും ഞാൻ എന്തിനാണ് ഈ രാത്രി നമസ്കരിക്കുന്നത് എന്നും ഞാൻ എന്തിനാണ് ഈ നോമ്പെടുക്കുന്നത് എന്നും ഒക്കെയുള്ള കൃത്യമായ ഒരു ബോധ്യം നമ്മുടെ രാത്രി നമസ്കാരത്തിലും നമ്മുടെ ഖുർആനിന്റെ പാരായണത്തിലും ഞാൻ എന്തിനാണ് ഈ ഖുർആൻ ഓതുന്നത്, ഈ ഖുർആൻ ഖത്തം തീർത്തോതാൻ എനിക്ക് റമളാന്റെ മുമ്പും കഴിയും, റമളാൻ കഴിഞ്ഞാലും എനിക്ക് ഖത്തം തീർത്തോതാൻ കഴിയും, റമളാനിൽ എന്തിന് ഞാൻ ഈ ഖുർആനെ പാരായണം ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താന്മാരൊക്കെ കെട്ടിയിട്ടൊരു സൈഡിലേക്ക് മാറ്റിയിട്ടേക്കാൻ, നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ വിശാലത ലഭിക്കാൻ, ആ ഖുർആൻ തുറക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കൂടുതൽ ഒന്ന് തുറന്നു കിട്ടാൻ, ആ ഖുർആനോട് കൂടുതൽ അടുക്കാൻ കഴിയുന്ന സമയമാണ് റമളാൻ. പക്ഷെ നമ്മളിങ്ങനെ ഓതിപ്പോവാ, നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മൻ സ്വാമ റമളാന മൻ ഖാമ റമളാന, ആ സമയങ്ങളിലൊക്കെ നമസ്കാരത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സാധാരണ ദിവസം നമസ്കരിക്കുന്നതിനേക്കാൾ വലിയ ഒരു എഫക്റ്റ് ആ റമളാനിന്റെ രാത്രി നമസ്കാരത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ റമളാനിന് മുമ്പ് സാധാരണഗതിയിൽ നമ്മൾ നമസ്കരിക്കുന്ന നമ്മുടെ മഗ്‌രിബ് നമസ്കാരത്തിനും നമ്മുടെ സുബഹി നമസ്കാരത്തിനൊക്കെ നിൽക്കുന്നത് പോലെ റമളാനിൽ നമ്മൾ രാത്രി നിൽക്കുന്നു, അല്പം സമയം കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് എങ്കിൽ ആ റമളാൻ കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു ചൈതന്യം, ആ ഒരു തഖ്വ നമ്മൾ നേടിയെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് സ്വതക്കകളുടെ വിഷയം. സ്വതക്കക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ ധാരാളമായിക്കൊണ്ട് വലിയ പ്രോത്സാഹനം നൽകിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ അവര് റമളാനിന് മുന്നേ തന്നെ റമളാനിൽ ഓരോ ദിവസവും ചെലവഴിക്കാനുള്ള സമ്പത്ത് പ്രത്യേകമായി സ്വരുക്കൂട്ടി ഷെഡ്യൂൾ ചെയ്ത് വെക്കുമായിരുന്നതാണ്. ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് അവർ നിയത്താക്കി വെക്കും, ഓരോ ദിവസവും ഇത്ര രൂപ സക്കാത്ത് കൊടുക്കാൻ. സക്കാത്തിന്റെ വിഷയമാണെങ്കിൽ അങ്ങനെ, സക്കാത്ത് ഈ റമളാൻ മാസത്തിൽ പരിഗണിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെ. മറ്റുള്ള സ്വതക്കകൾ ധാരാളമായി കൊണ്ട് ആളുകളെ നോമ്പ് ഉറപ്പിക്കാനും ആളുകൾക്ക് ധാരാളമായി കൊണ്ട് എളുപ്പങ്ങൾ ചെയ്യാനൊക്കെ സ്വതക്കകൾ ചെയ്യാൻ, ആളുകളുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കാനൊക്കെ അവർ ധാരാളമായി കൊണ്ട് മുന്നിട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരു പക്ഷേ നമുക്കിങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി നിന്നിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം നീക്കി കൊടുക്കാൻ സ്വതക്കകൾ കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. നമുക്ക് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഇവിടെ പ്രയാസങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു പക്ഷെ സമയങ്ങൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിലുള്ള സംരംഭങ്ങളെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഇവിടെ റമളാനിന് കിറ്റ് കൊടുക്കുന്നുണ്ട്, 1500 രൂപയാണ്. വീടുകളിലേക്ക് അവർക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങളും അതുപോലെയുള്ള ആ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിറ്റ്. കാരണം നമ്മുടെ 1500 രൂപ കൊണ്ട് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി എത്ര രൂപയാണ് ചെലവാക്കുന്നത്? നമ്മൾ മുന്തിയ ഇനം ഭക്ഷണങ്ങൾ മേടിക്കാനും മുന്തിയ ഇനം അരി മേടിക്കാനും അതുപോലെ നമ്മുടെ ധാരാളമായി കൊണ്ട് ഭക്ഷണം കഴിക്കാനും എത്ര രൂപയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? ഒരു പക്ഷേ 1-2 ദിവസം ഭക്ഷണത്തിന് വേണ്ടി, ചിലപ്പോൾ ഒരു ദിവസം ഒരു നേരമൊക്കെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന സമ്പത്തുണ്ട് എങ്കിൽ ഒരു കുടുംബത്തിന് ഒരു മാസം, പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക്, ഭക്ഷണത്തിന് വകയില്ലാത്ത കുടുംബങ്ങൾക്ക് ഒരു മാസം ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഒരു നേരം ചിലപ്പോൾ നമ്മൾ കഴിക്കണ്ട. ഒരു മാസം ഒരു കുടുംബത്തിന് അരി മേടിക്കാനും നോമ്പുറക്കാനും ഒക്കെ ഉള്ള പൈസ ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചു തീർക്കുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നാളെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഒരു വേള നമ്മൾ ചിന്തിക്കും, കൊടുക്കാമായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ റമളാനിൽ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ റമളാനിന്റെ കിറ്റിന് വേണ്ടി പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നോമ്പിന്റെ സമയത്ത് ആ ഭക്ഷണത്തിനുമൊക്കെ അവർക്ക് സഹായകരമാകുന്ന രൂപത്തിൽ ആ റമളാനിന്റെ കിറ്റിലേക്ക് 1500 രൂപ, അവിടെ മാത്രമല്ല എല്ലാ രൂപത്തിലും നമുക്ക് ചെലവഴിക്കാൻ ഈദ് കിസ്വ നമ്മൾ ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അതിനുശേഷം ഇവിടെ ആളുണ്ടാകും. ആ ആളോടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ആളുണ്ടാകും ഇതിനു വേണ്ടി. ആളോട് ചോദിച്ചാൽ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇത് കിസ്വ എന്ന് പറയുന്നത് വീടുകളിൽ ചെറിയ കുട്ടികൾക്ക് അവർക്ക് വസ്ത്രം മേടിക്കാനും ഒക്കെ ആയിക്കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. ഒരു റമളാൻ മാസം എത്തുമ്പോഴേക്ക് വസ്ത്രങ്ങൾക്കൊക്കെ വലിയ വിലയാണ്. ഇപ്പോൾ പണ്ടത്തെ വിലയൊന്നുമല്ല, നല്ല പൈസ ഒക്കെ കൂടുതലാണ് വസ്ത്രങ്ങൾ മേടിക്കാനും എല്ലാം. നിസ്സാരപ്പെട്ട് നമ്മളൊരു സാധാരണ ടെക്സ്റ്റൈൽസിൽ കയറി ചെന്നാൽ തന്നെ വസ്ത്രങ്ങളൊക്കെ മേടിക്കാൻ, ഒരു ജോഡി വസ്ത്രം എടുക്കാനോ 2 ജോഡി വസ്ത്രം എടുക്കാനൊക്കെ നല്ല പൈസയാണ്. അത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. സ്വന്തം പിഞ്ചു മക്കൾക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കാൻ പൈസ കൊണ്ട് പ്രയാസപ്പെടുന്ന വാപ്പമാരുണ്ടാകും.
അവർ നേരിട്ട് വന്നുകൊണ്ട് നമ്മൾ അവർക്ക് സഹായം കൊടുക്കുന്ന രൂപത്തിലല്ല, നേരിട്ട് കൊണ്ട് നമ്മൾ കടകളിൽ ഏൽപ്പിച്ച് അവരോട് അവിടെ പോയി വാങ്ങിക്കൊള്ളാൻ പറയുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ എല്ലാ രൂപത്തിലും ആളുകളുടെ പ്രയാസം നീക്കി കൊടുക്കാൻ ഈ റമദാനിൽ നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ നോമ്പ് തുറക്ക് വേണ്ടി എല്ലാ ദിവസവും ഇവിടെ നോമ്പ് തുറയുണ്ട്. 1500 രൂപയാണ് നമ്മൾ നോമ്പ് തുറക്ക ഒരു ദിവസത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരാളെ നോമ്പ് തുറപ്പിക്കാന്നതിന്റെ പ്രാധാന്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ ഒരു കൂലി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ തന്നെ ഒരു നേരത്തെ ഭക്ഷണം, അത് ഭക്ഷണത്തിന് വകയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും, അയാൾക്ക് സമ്പത്തുണ്ട് ഭക്ഷണം മേടിച്ചു കഴിക്കാൻ, എന്നാൽ പോലും അയാൾക്ക് റമദാനിലല്ലാത്ത സാധാരണ ഒരു സമയത്ത് ഒരു ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അതിനുള്ള പ്രതിഫലം പോലും അള്ളാഹുവിന്റെ അടുക്കൽ വലുതാണ്. അപ്പൊ റമദാനിന്റെ സമയത്ത്, നോമ്പ് തുറയുടെ സമയത്ത് വിശന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് സ്വതക്കയുടെ വിഷയത്തിലും നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിലും ഒക്കെ ഏറ്റവും നല്ല നീയത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ഒരു പുതിയ മനുഷ്യനായി മാറാൻ, ഒരു പുതിയ വ്യക്തിയായി മാറാൻ, ഷഅബാനിലേക്ക് നമ്മൾ ഇങ്ങനെ കടക്കുമ്പോൾ, ആ ഷഅബാൻ കഴിഞ്ഞ് റമദാനും കഴിഞ്ഞ് ശവ്വാലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി മാറാൻ, ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ കയ്യിലൊതുക്കി ഒരു പുതിയ വ്യക്തിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഈ റമദാൻ ആ മാസത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് പാപങ്ങളെല്ലാം പുറത്തു കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ, അവർക്ക് എളുപ്പം നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന തഖബ്ബൽ മിന്നാ സിയാമന വഖിയാമന وقراءتنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. وأقم